ശ്രീ വി ജോയി കൂടി ചേർന്നു. ശ്രീ വി ജോയി, ശ്രീ വി രാജേഷ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഇപ്പോൾ അവരുടെ ഒരു പ്രധാന പ്രവർത്തകൻ തൂങ്ങി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആത്മഹത്യയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുമ്പോൾ തന്നെ താങ്കൾ ഒരു രാഷ്ട്രീയാരോപണം ഉന്നയിച്ചു. അങ്ങനെ താങ്കളാണ് ഇതിൽ രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് അതിനെ വലിച്ചിഴച്ചതെന്ന് ആരോപിക്കുകയായിരുന്നു BJP ജില്ലാ അധ്യക്ഷൻ. മറുപടി ഉണ്ടോ ശ്രീ വി ജോയി? വി രാജേഷ് ഇപ്പൊ വളരെ സൗമ്യമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. എന്താ കാരണം? ഈ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരുന്നില്ല. അതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ ആൾക്കാർ. ആരാ നമ്മുടെ ആൾക്കാര്? ഞാന് എല്ലാവരെയും കണ്ടു, പക്ഷെ എന്നെ ആരും സഹായിച്ചില്ല. ആരാ എന്നെ ആരും സഹായിച്ചില്ല എന്ന് പറയുന്ന വിഭാഗം ആരാ? അപ്പോ BJP എന്ന് പറയുന്ന പാർട്ടി, അതിലെ ലീഡർഷിപ്പ് ഒരു കൗൺസിലറെ കൊലയ്ക്ക് കൊടുക്കുന്ന സമീപനമാണ് ഈ കാര്യത്തിൽ ചെയ്തത്. BJPക്ക് ഇതിനകത്ത് പങ്കുണ്ട്, ലീഡർഷിപ്പിന് പങ്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? 2 ദിവസം മുമ്പ് അനിൽ വന്ന് കണ്ടിരുന്നു. എന്തിനാ കാണുന്നത്? എന്ത് കാര്യത്തിനാണ് കാണുന്നത്? ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അദ്ദേഹം മാനസിക സംഘർഷം അനുഭവിക്കുകയാണെന്ന് അദ്ദേഹത്തിനോടൊപ്പമുള്ളവരും ബന്ധുക്കളും വീട്ടുകാരും പറയുകയാണ്. ആ മാനസിക സംഘർഷം ഡെപ്പോസിറ്റർമാർക്ക് പണം കൊടുക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ്. അതിന് ഇവരെന്താ പറഞ്ഞത്? CPM-ഉം പോലീസും കൂടി ചേർന്നാണ് ഇത് ചെയ്തത്. എന്തിനാ വെപ്രാളപ്പെട്ട് ഈ കള്ളം പ്രചരിപ്പിക്കേണ്ടി വന്നത്? സ്വന്തം മുഖം വികൃതമാകുമെന്ന് കണ്ടപ്പോ കള്ളം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോ സത്യം പുറത്തു വന്നിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ അവസാനമായി വിളിച്ചതാര്? അദ്ദേഹത്തോട് സംസാരിച്ചതാര്? ആരോടെല്ലാം സംസാരിച്ചു? എന്തെല്ലാം വിവരങ്ങൾ വന്നു? ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരും. BJP ലീഡർഷിപ്പിന് ഒരു കാരണവശാലും അനിലിന്റെ മരണത്തിൽ നിന്ന് തലയൂരി രക്ഷപ്പെടാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് വരുംകാല ദിവസങ്ങളിൽ പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ ശ്രീ വി ജോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.